റിപ്പോർട്ടർ ബ്രേക്കിംഗ്. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിക്കെതിരായ കൂടുതൽ നിർണായക തെളിവുകൾ ഇഡിക്ക്. ഇൻവോയ്സ് ഇല്ലാതെയും വീണ CMRL നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റിയെന്നാണ് ഇഡിയുടെ നിഗമനം. 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ 45 ലക്ഷമാണ് ഇൻവോയ്സ് ഇല്ലാതെ കൈപ്പറ്റിയത്. വീണയ്ക്ക് പങ്കാളിത്തമുള്ള കമ്പനിയായ ലേക്കർ ഇന്ത്യ കോർപ്പറേഷനെ കേന്ദ്രീകരിച്ചും കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. അതേസമയം CMRL തട്ടിപ്പ് രീതിയും ഇഡി റിപ്പോർട്ടിലുണ്ട്. ചരക്ക് നീക്കത്തിന്റെ ചെലവെന്ന പേരിൽ ട്രാൻസ്പോർട്ടർമാരുടെ അക്കൗണ്ടിലേക്ക് പണം ആദ്യം കൈമാറും. പിന്നാലെ അക്കൗണ്ടിൽ നിന്ന് അവർ പണം പിൻവലിച്ച് CMRLലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് തിരികെ നൽകും. ഇതിന് ട്രാൻസ്പോർട്ടർമാർക്ക് 7% കമ്മീഷനാണ് ലഭിക്കുക. ട്രാൻസ്പോർട്ടർമാരുടെ ചോദ്യം ചെയ്യലിലാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ്. CMRL എന്തായാലും MD കർത്ത നൽകിയ മൊഴി ഒരു അർത്ഥത്തിൽ പിണറായി വിജയനും വീണ ടിക്കും എതിരായിട്ടുള്ള ഒരു മൊഴിയായിട്ട് മാറുന്നുണ്ട്. ഇതിന് അന്വേഷണം വേണമെങ്കിൽ പിണറായിയിലേക്കോ മൊഴിയെടുക്കുന്നതിലേക്കോ ഒക്കെ പോകാൻ ഇഡിക്ക് സാധ്യത നൽകുന്നതാണ് ഈ കർത്തയുടെ മൊഴി. പക്ഷേ പോകുമോ എന്ന് നമുക്ക് നിശ്ചയമില്ല. പക്ഷേ അപ്പോഴും വീണ തൈക്കണ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ CMRLുമായി ചേർന്നുള്ള ഇടപാടുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല CMRLന് ഈ നികുതി വെട്ടിക്കുന്നതടക്കം പല പ്രധാനപ്പെട്ട തന്ത്രങ്ങളും ഉണ്ടായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നു CMRLിൻ്റെ ഒരു പൊതുരീതി എന്ന് കൂടി ഒന്ന് പറയൂ അർജുൻ മട്ടന്നൂർ. അതേപോലെ വീണ തൈക്കണ്ടിയുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ഇഡിക്ക് എന്തൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഈ CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഈ CMRLന്റെ ഈ തട്ടിപ്പ് രീതിയെക്കുറിച്ച് പൊതുവായി തന്നെ ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഇല്ലാത്ത ചെലവുകൾ കാണിച്ചുകൊണ്ട് ഈ പണം തട്ടുന്ന രീതിയാണ് CMRL അനുവർത്തിച്ചത് എന്നാണ് പ്രധാനമായും ഇഡി ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രവുമല്ല, ഈ ശശിധരൻ കർത്തയുടെ മൊഴി, അതായത് യാതൊരു സേവനവും വാങ്ങിയിട്ടില്ല എന്നും പിണറായി വിജയനുമായുള്ള വ്യക്തിബന്ധത്തിന്റെ പേരിലാണ് മകൾ വീണ ടിയുടെ എക്സാലോജിക് എന്ന കമ്പനിക്ക് ഇത്രയും പണം നൽകിയത് എന്നുമുള്ള മൊഴിയും വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കൂടുതൽ കണ്ടെത്തലുകൾ ഇഡി നടത്തിയിരിക്കുന്നത്. ആ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇഡി പറയുന്നത് ഈ വീണ ടിക്കെതിരെ കൂടുതൽ തെളിവുകൾ ഇഡിക്ക് ലഭിച്ചു എന്നാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. അതായത് ഇൻവോയ്സ് ഇല്ലാതെ പണം കൈപ്പറ്റിയെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ ഈ വീണ ടിയുടെ പങ്കാളിത്തമുള്ള ലേക്കർ ഇന്ത്യ എന്ന കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് 45 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് ഈ പ്രധാനമായും പറയുന്നത്. ഈ ലേക്കർ ഇന്ത്യ കോർപ്പറേഷനെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇഡി. അതോടൊപ്പം തന്നെ ഈ കമ്പനിയുടെ അക്കൗണ്ടിലുള്ള 15,50,000 രൂപ ഇഡി മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ CMRLിലെ തട്ടിപ്പ് രീതിയെക്കുറിച്ചും ഇഡി വിശദമായി തന്നെ ഈ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ ചരക്ക് നീക്കത്തിന്റെ പേരിൽ ഈ ട്രാൻസ്പോർട്ടർമാരുടെ അക്കൗണ്ടിലേക്ക് CMRL ആദ്യം പണം കൈമാറുന്നു. പിന്നീട് ഈ പണം ഈ ട്രാൻസ്പോർട്ടർമാർ അവരുടെ അക്കൗണ്ടിൽ നിന്നും ലിക്വിഡ് മണിയായി പിൻവലിക്കുകയും അത് പിന്നീട് ഈ CMRL ഉദ്യോഗസ്ഥർക്ക് തന്നെ തിരിച്ച് കൈമാറുകയും ചെയ്തു. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർക്കടക്കം കൈമാറുകയും ചെയ്യുന്നു. ഇതിന് പ്രതിഫലം എന്നോണം ഈ തുകയുടെ ഏതാണ്ട് 7% ഈ ട്രാൻസ്പോർട്ടർമാർക്ക് കമ്മീഷനായി നൽകുന്നു എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ നടപടികളുമായി ഇഡി മുന്നോട്ട് പോവുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീണ ടിയുടെ ഐഫോണും അതോടൊപ്പം തന്നെ ഡയറിയും പോലീസ് ഇഡി കണ്ടെത്തുകയും അത് വിശദമായി പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഈ പരിശോധനകൾ തുടരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കണ്ടുകെട്ടൽ നടപടിയിലേക്ക് കടക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇഡി ഉള്ളത്. നേരത്തെ തന്നെ ഈ ശശിധരൻ കർത്തയുടെയും കുടുംബത്തിന്റെയും അതോടൊപ്പം തന്നെ വീണ ടിയുടെയും ഈ കമ്പനികളുടെയും പേരുള്ള അക്കൗണ്ടുകൾ ഇഡി മരവിപ്പിച്ചിരുന്നു. ഇനി സ്വാഭാവികമായും ഈ തുക കണ്ടുകെട്ടാനുള്ള നടപടിയിലേക്ക് ഇഡി കടക്കുകയാണ്. അതേസമയം ഇതിനെതിരെ വീണ ടിക്ക് അപ്പീൽ പോകാനുള്ള സൗകര്യമുണ്ട്. സ്വാഭാവികമായും ഇതിൽ വിശദീകരിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപാകെ തന്റെ ഭാഗം വിശദീകരിക്കാൻ വീണക്കും അതോടൊപ്പം തന്നെ ശശിധരൻ കർത്തയ്ക്കും അവസരവുമുണ്ട്. ഓക്കെ, താങ്ക് യു. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. അതും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് കേട്ടോ. ഈ ജൻസി സമരത്തിൻ്റെ ഇടയിൽ CMRLിൻ്റെ വാർത്തയും നമ്മൾ മുക്കിക്കളയാൻ പാടില്ല. ആ വാർത്തയും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെയാണ് ഇഡിയുടെ പദ്ധതി എന്ന് നമുക്കറിയില്ല. കർത്തയുടെ മൊഴി പിടിച്ച് ഇനി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനിലേക്ക് എത്താനുള്ള നീക്കം ഇഡി നടത്തുമോ എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ചില പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ള ഇഡി എന്നുള്ളതാണ്. ഇഡിയുമായി നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടില്ല. എന്നാൽ നമ്മൾ നോട്ടീസ് കൊടുക്കുന്നതുവരെ ആ വാർത്ത അങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതില്ല എന്നതാണ്.